വെട്ടിയൊക്കെ പോകും. നല്ല അടിപൊളി വേപ്പാണ്. ഇപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ കടയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വേലാട്ടം വന്നിട്ട് അവിടെ ഒരു മരത്തിരി തടസ്സം ഉണ്ടെന്ന് പറഞ്ഞ് തൊട്ട് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി വേലാട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അപ്പോൾ വേലാട്ടൻ ഗ്യാപ്പിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് വേലാട്ടം വെട്ടിക്കൊണ്ടിരിക്കുന്ന സീനാണ് കാണുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ആ മരം വെട്ടുന്ന കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. നമ്മുടെ ഒരു നല്ലൊരു വേപ്പ് മരമാണ് കേട്ടോ. അപ്പോൾ തൊട്ട് വീട്ടിലെ സിദ്ദീഖ് വാപ്പാൻ്റെ അടുത്തേക്ക് ചാഞ്ഞ് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ കാറ്റും മഴയൊക്കെ അല്ലേ, സംഭവം വീണ് എന്തെങ്കിലും കുണ്ടാൻ വേണ്ടിയായി കഴിഞ്ഞാൽ പിന്നെ അതിലേറെ പണിയാവും. അവിടെ ടാങ്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ബുദ്ധിമുട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് വേലാട്ടൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ നോക്കുമ്പോൾ പുള്ളിക്കാരൻ നമ്മളില്ല, ഒരാൾ വരുന്ന സമയത്ത് ഗ്യാപ്പിൽ നോക്കിയിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കാം. എങ്ങനെയാണ് മരം വെട്ട് കാണാൻ വന്നവരാണ് കേട്ടോ ഇവരെല്ലാവരും. സിദ്ദീഖ് വാപ്പാൻ്റെ അടുത്തുള്ള മരത്തിന് ഞങ്ങൾ വെട്ടിമുറിക്കാൻ പോവുകയാണ്. സിദ്ദീഖ് വാപ്പാൻ്റെ വീട്ടിലേക്ക് വീട് പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിലിരിക്കുന്നതാ സിദ്ദീഖ് വാപ്പ. എവിടെ പുളി? ആ പുളി നാളെ. ഇന്ന് ആദ്യം നമ്മുടെ ഇത് വെട്ടട്ടെ. നമ്മൾ വേലാഴ്ച വെട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവം എല്ലാ സാധനം വെട്ടാൻ പോണ്, തവിട് പൊടിയാക്കാൻ പോണ്. വീട്ടിൽ മാവ് വേണമെങ്കിൽ വെട്ടിത്തരാം പോലെ. ഇനി ഒരു സാധനം എന്നില്ല, എല്ലാം വെട്ടുകയാണ്. വെട്ടിത്തരാന്ന്. അപ്പം ഇതാണ് നമ്മുടെ മറ്റേ എന്താണ് പറയുക, വേപ്പ് മരമാണ്. അത് നേരെ ഈ ടാങ്കിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നതുകൊണ്ടാണ് സംഭവം നമ്മളിത് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ടാങ്കിൻ്റെ മുകളിൽ വീണ ഞെട്ടിൻ്റെ പണി കിട്ടുന്നുള്ളതുകൊണ്ട് മഴക്കാലമൊക്കെ അല്ല, അവിടെ ഇവിടെയൊക്കെ വീണു അത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങളായതുകൊണ്ട് ഞങ്ങളിതിന് മെല്ലെ വെട്ടുകയാണ്. അപ്പോൾ നമ്മൾ വേലാഴ്ചനാണ് വെട്ടുന്ന ആൾ. നന്നായി. ഇതെന്ത് വേറെ വല്ലതും കേട്ടാ. ടൈറ്റാക്കട്ടെ. കൊടുത്തോ. അപ്പൊ നമ്മുടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മരം. വേലാഴ്ചന് മതിയായപ്പോ വേലാട്ട സെറ്റാക്കിയില്ല. വെട്ടിയൊക്കെ പോകും. നല്ല അടിപൊളി. ആള് ചോട്ടിച്ചാൽ ഷീറ്റ് പോലില്ല, ആള് പോകുള്ളൂ. ഇവിടെ വേലാട്ടം വെട്ടിയിട്ടതാണ് സംഭവം. ഒരിക്കല്ലേ നടന്നോ എന്ത് മെയിനാണ് തെറി പറയാനായിട്ടുണ്ടാ വേലാട്ടാ. കയറുതാണ് ഒരിക്കല്ലേ തോട്ടിക്കിടുന്ന എണ്ണ വെട്ടുകാരനെ കൊണ്ടിതാ കൊണ്ടി ഒരു കെട്ട് കേട്ടോ നേരത്തെ അയക്കാൻ പാടില്ല കേട്ടോ. ടൈറ്റ് ആക്കണോ കൂടി ഒന്നും ടൈറ്റ് ആക്കാം. അതേ പിടിക്ക് അങ്ങോട്ട് പഠിച്ചോ. ഒന്നുകൂടി കയറി വിടാം. അതാ ഒരു ചെറുത്തും കൈട്ടെടുത്ത് ഒരു ചെറുത്തും കൈട്ടെടുത്തു മരം വെട്ടിക്കഴിഞ്ഞ് പിന്നെ കണ്ടാവും. നേരെ ഫോണിട്ട് നേരെ ഫോണിട്ട് നേരെ ഒറ്റ വലി വലിച്ചാൽ മതി. ടൈറ്റാവും. തുമ്പ നമ്മൾ ഉറച്ചാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൊണ്ട് എങ്ങനെ ഇട്ടുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഒറ്റ വലിയ എങ്ങനെ കഴിച്ചു ഇങ്ങനെയാ. അതന്നെ കഴിച്ചോ. നീ പറ്റി കയറ് തൊടുക വേണ്ട. ഒരു കെട്ടും കൂടി കെട്ടുക സംഭവം ശരിയായി. ഇനിയിപ്പോൾ ടൈറ്റായി കെട്ടണ കെട്ടുക എവിടെ കയറ് ടൈറ്റായി കെട്ട്. മതി മതി. ഞാനില്ലേ പുറമെത്തുമ്പോൾ ഒരു മിനിറ്റ് കാപ്പി തന്നെ എത്തുമ്പോൾ ടൈറ്റ് മതി. നോക്ക് വലിച്ചു പോവും. ലാസ്റ്റ് വലിക്കാതിരുന്നിട്ട് അവിടെ മൂന്ന് പറഞ്ഞു
തൂങ്ങട്ടെ. ഇത്രയുള്ള സംഭവം ബാക്കി പറയണ്ടേ? അല്ല, ഇത്രയുള്ള സംഭവം സിമ്പിളായിട്ട് വീണു. സിദ്ദീഖ് പാപ്പൻ്റെ ആയി ഡ്രമ്മ് പോകണം പറഞ്ഞിരുന്നതാണ്, പക്ഷെ പോയാന്ന് പറഞ്ഞിട്ട് പറയാലോ, അയ്യോ നമ്മ അറിഞ്ഞില്ല കേട്ടോ എന്ന് പറയാൻ വിചാരിച്ചതാണ്. പുള്ളിക്കാരങ്ങനെ വീഴുവോ കൊണ്ട് ഭയങ്കര സന്തോഷം. ആളെ വീഴുവോ കൊണ്ട് ഉണ്ടായിരുന്നതാണ്, വീടില്ല, കുഴപ്പമില്ല, സംഭവം സിമ്പിളായിട്ട് വീണു. അപ്പൊ നമ്മുടെ വേലായുധന് ഒരു സല്യൂട്ടല്ല, ഒരു ലൈക്ക് വേലായുധന്റെ ഭാഗം എനിക്ക് എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അതുപോലെ എല്ലാം ചെയ്യണം. ഞാൻ ചോറിനകത്തോട് ചോറിനൊക്കെ പരിപാടി കഴിഞ്ഞു. ഓക്കെ ബൈ.